വാർത്തകൾ തുടരുമ്പോൾ കപ്പൽ ഇടത്തോട്ട് ചെരിയുകയാണ്. കേരള തീരത്ത് തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പൽ 18 ഡിഗ്രിയോളം ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുത്. കപ്പലിലെ തീയും പൊട്ടിത്തെറിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. കോസ്റ്റ് ഗാർഡും നേവിയും തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. കപ്പൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡിഫൻസ് PRO അതുൽ പിള്ളയും കേരള വിഷൻ ന്യൂസിനോട് ഇക്കാര്യം കൃത്യമായി പറയുകയുണ്ടായി. ആദ്യം അത് കേൾക്കാം. രാവിലത്തെ ഒരു ഏരിയൽ സർവേ കിട്ടിക്കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന അവിടെ ഫയറും എക്സ്പ്ലോഷനും കണ്ടിന്യൂ. ഷിപ്പ് ഇപ്പോൾ ഒരു 15 ഡിഗ്രിയോ ടിൽറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ സ്റ്റേബിൾ ആയിരുന്നു. ഇപ്പം ഒരു 15 ഡിഗ്രീസ് ടിൽറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട്, അത് പോർട്ട് എന്ന് പറയാം, നമ്മൾ പോർട്ട് സൈഡിലോട്ട് ടിൽറ്റ് ആയിട്ടുണ്ട് 15 ഡിഗ്രീസ്. കുറെ പിന്നെ കണ്ടെയ്നേഴ്സിന് വെള്ളത്തിൽ കാണാം, ഷിപ്സിനൊക്കെ. സാഗർ പ്രഹരിയും സമുദ്ര പ്രഹരിയും സച്ചേത്തും ഫയർ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഡിഫൻസ് PRO നൽകിയ വിവരപ്രകാരം നേരത്തെ അത് എത്ര ഡിഗ്രി ചെരിഞ്ഞു എന്നാണെങ്കിൽ അത് 15 ഡിഗ്രി വരെ ചെരിഞ്ഞു എന്നുള്ളതാണ്. ആ ചെരിച്ചിലിൽ കണ്ടെയ്നറുകൾ പലതും താഴേക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നൽകിയ സംഭാഷണത്തിന് ശേഷവും സമയം കടന്നു പോയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അബിന പിക്ചർക്കിൽ തരുന്നു. അബിന. എന്നാൽ നിലവിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോഴും തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും തീ അണയ്ക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ ഈ തീ അണയ്ക്കാൻ സാധിക്കും എന്ന് ഉറപ്പില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെയും വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. കാരണം പലതവണ ഈ ഡെക്കുകൾക്കുള്ളിൽ നിന്ന്, ഡെക്കിനടിയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ഉഗ്രൻ ശബ്ദങ്ങൾ ഈ പുറത്തേക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിലേക്ക് പതിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ ഒരു വശത്തേക്ക് ചെരിയുകയും കൂടാതെ ഈ കണ്ടെയ്നറുകളും അതോടൊപ്പം തന്നെ കപ്പലും തെക്കേ ഭാഗത്തേക്ക് ഒഴുകി നീങ്ങുന്നുണ്ട് എന്നുള്ളൊരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ കണ്ടെയ്നറുകൾ കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയിൽ എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് അടിയാതിരിക്കാനുള്ള എല്ലാ സുരക്ഷകളും ഈ നേവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ കപ്പലിലെ 140-ലേറെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗരേഖ പ്രകാരം ക്ലാസ് 6.1 വരുന്ന കീടനാശിനികൾ അടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോഗ്രാം ബൈസ്പെറിഡലിയം കീടനാശിനിയാണ് ഉള്ളത്. ഒരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം ഈതൽ ക്ലോറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുണ്ട്. ഡീമൈഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥലിൻ, ഡൈസോസൈനൈഡ് തുടങ്ങി ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന മറ്റ് കീടനാശിനികളും രാസവസ്തുക്കളും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് വളരെ ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ, ട്രൈക്ലോറോബെൻസീൻ, 167 പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയും ഈ കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 40 കണ്ടെയ്നറുകളിൽ തീ പിടിക്കാവുന്ന ദ്രാവകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എഥനോൾ, അതുപോലെ തന്നെ പെയിന്റ്, ടർപ്പന്റൈൻ, പ്രിന്റിംഗ് ഇങ്ക്, വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ഈതൽ, മീതൽ, കീറ്റോൺ എന്നിവയുമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 19 കണ്ടെയ്നറുകളിൽ മറ്റ് 19 കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന ഖരവസ്തുക്കളുമുണ്ട്. ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോ സെല്ലുലോസും 12 കണ്ടെയ്നറുകളിലായിട്ട് നാഫ്തലിൻ, ഒരു കണ്ടെയ്നറിൽ തീ പിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കളും 40 കണ്ടെയ്നറുകളിൽ എന്നിവയുമുണ്ട്. കൂടാതെ വായു സമ്പർക്കം ഉണ്ടായാൽ തീ പിടിക്കുന്ന 4,900 കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറുകളിലും സൂക്ഷിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന വസ്തുക്കളും ക്ലാസ് 4.2 ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ച സമയത്ത് ഏകദേശം 50 കണ്ടെയ്നറുകളായിരുന്നു ഈ കടലിലേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ തീപിടുത്തം വീണ്ടും ആളിക്കത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാൻ, തീ പോലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനിയും ഈ ഒരു തീപിടുത്തം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിൽ നിറയെ പുകയാണ് ഈ കപ്പലിന് ചുറ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെക്കേ ഭാഗത്തേക്കാണ് പ്രധാനമായും ഈ പുക ഉയരുന്നത്. പുറകുവശത്തു കൂടിയാണ് പുക ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നേവിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഇനി വീണ്ടും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇതിന്റെ എഞ്ചിനും മറ്റ് ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ബാധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ വലിയൊരു സ്ഫോടനത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡും നേവി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ മറ്റ് കഴിഞ്ഞ ദിവസം ഈ ഫയർ ഫൈറ്റിന് ശ്രമിച്ച 4 പേര് നിലവിൽ ഈ 4 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള തീരത്ത് അറബിക്കടലിൽ തീപിടിച്ച വാൻ ഹായ് 503 എന്ന കപ്പൽ 15 ഡിഗ്രി വരെ ചെരിഞ്ഞു എന്നുള്ള നിലയിലേക്കുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുന്നു. കപ്പലിൽ നിന്ന് കട്ടിയേറിയ കറുത്ത പുക ഉയരുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, നാവികസേന, മറ്റ് കേന്ദ്ര ഏജൻസികൾ, കേരള മാരിടൈം ബോർഡിൻ്റെ പ്രതിനിധികൾ, കേന്ദ്ര ഏജൻസികൾ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അഴീക്കലിന് 44 നോട്ടിക്കൽ മൈൽ അകലെ അഗ്നിബാധ ഏറ്റ വാൻ ഹായ് 503 എന്ന കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അഭിന പിച്ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ഡി ബിനോയ് കൂടി ചേരുന്നുണ്ട്. ഡി ബിനോയ്, ഒരു ഭാഗത്ത് ഇന്നലെ ഇതേ സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതേ ആഴത്തിൽ കണ്ടെയ്നറുകൾ വീണുകൊണ്ടിരിക്കുന്നു, അതേ ഉയരത്തിൽ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആശ്വാസപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള ഒരു വാർത്തയും ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ തീവ്രത ഗുരുതരമായി തന്നെ തുടരുന്നു. ഒരു പക്ഷേ ഇന്നലെ ഉള്ളതിനേക്കാളും കൂടുതൽ അപകടാവസ്ഥ ഇപ്പോഴുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുമോ? സാഹചര്യങ്ങൾ വഷളാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്, കപ്പൽ ചരിയുക എന്നുള്ളത്. അതായത് നേരത്തെ നമ്മുടെ അതുൽപിള്ള PRO നമ്മളോട് പറഞ്ഞൊരു കാര്യം, 15 ഡിഗ്രി കപ്പൽ ചെരിഞ്ഞു എന്നുള്ളത്. ആ ചെരിവിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ അവസാനം നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ഒരു വശത്തേക്ക് തീ പിടിക്കുന്നതനുസരിച്ച് കണ്ടെയ്നറുകൾ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു മാറ്റം കപ്പലിലും ഉണ്ടാകുന്നു. ഇങ്ങനെ കപ്പൽ പൂർണ്ണമായും ചരിഞ്ഞു കഴിഞ്ഞാൽ, കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള രാസവസ്തുക്കളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വലിയ തരത്തിലൊരു സ്ഫോടനത്തിൻ്റെ സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ഈ ചില കെമിക്കലുകൾ വളരെ വേഗത്തിൽ വെള്ളവുമായി അലിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകതരം ഗ്യാസ് രൂപപ്പെടുകയും അത് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറിയായി മാറുകയും ചെയ്യും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പരമാവധി വേഗത്തിൽ ഈ തീയുടെ അളവ് കുറയ്ക്കാൻ, അതാണ് ഇപ്പോൾ അവർ പറയുന്ന വാക്ക്, അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ഈ കപ്പലിൻ്റെ അടുത്തേക്ക് തീരരക്ഷാസേനയുടെ തീയണയ്ക്കുന്ന കപ്പലുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം ഉയരത്തിൽ കറുത്ത പുകയും ഈ കാഴ്ച മറക്കുന്ന തരത്തിലുള്ള പുകയുമെല്ലാം പല സ്ഥലങ്ങളിലായി ഇങ്ങനെ പടർന്നു കിടക്കുന്നത് കൊണ്ടും ഒപ്പം ഈ പല സമയങ്ങളിലായി പലതരത്തിലുള്ള പൊട്ടിത്തെറികളാണ്. കാരണം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നല്ല പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. ഇത് ഈ സമീപത്തുള്ള കപ്പലുകളിലേക്കും മറ്റുമൊക്കെ വീണ് കഴിഞ്ഞാൽ അപകടം വളരെ കൂടുതലാകും. അതുകൊണ്ട് തന്നെ ഒരു ദൂരപരിധി നിന്നുകൊണ്ടുള്ള വെള്ളം ചീറ്റലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇനി അടുത്ത നടപടിക്രമം കൂടുതൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ അവിടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും ഈ കപ്പലിലേക്ക് വെള്ളം ചീറ്റാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ ഈ തീയണയ്ക്കലിനുമായി ബന്ധപ്പെട്ട് നേവിയിലുള്ള വിദഗ്ധരായ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു. അവർ ഇപ്പോൾ ആ ഷിപ്പിനടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള വിവരം, അത് ഏകദേശം തീരത്തു നിന്നും എത്താനുള്ളൊരു സമയമാണ് പറഞ്ഞിരുന്നത്, 4 മണിക്കൂർ. ആ സമയം കൊണ്ട് അവരോട് എത്തിച്ചേരും എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഡോണിയർ വിമാനങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരണം. 10 മണിക്കായിരുന്നു ആദ്യ സംഘം തിരിച്ചു വന്നത്. അടുത്ത സംഘം വീണ്ടും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. 2 മണിയോടുകൂടി തന്നെ അവിടുത്തെ ഒരു ചിത്രം, അതായത് ഡോണിയർ വിമാനങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകും. അതുവരെ ഇപ്പോൾ കിട്ടുന്ന രീതി അനുസരിച്ച് ഈ കപ്പൽ അപകടകരമായ രീതിയിലാണ് നിലകൊള്ളുന്നത് എന്നുള്ള വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. കാരണം തീ പൂർണ്ണതോതിൽ കെടുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് തന്നെ കപ്പലിൻ്റെ അടുത്തേക്ക് പോകണം. നിലവിലെ സാഹചര്യത്തിൽ കപ്പലിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഈ പൊട്ടിത്തെറി ആണ് ഏറ്റവും പ്രധാന വിഷയമായി കണക്കാക്കപ്പെടുന്നത്. കാരണം ആ
കപ്പലിലുള്ള നല്ലൊരു ശതമാനം കണ്ടെയ്നറുകളിലും അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള വസ്തുക്കളുണ്ട് എന്നുള്ളൊരു വിവരം അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കപ്പലിന് കൂടുതൽ അടുത്തേക്ക് പോകാതെ ഒരു ദൂരപരിധിയിൽ നിന്നുകൊണ്ടുള്ള തീയണയ്ക്കൽ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു സംവിധാനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഒരു അപകടം അവർ പറയുന്നത് ഈ ഇന്ധന ടാങ്കുകളിലേക്ക് നിലവിൽ ഈ തീ പടർന്നിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇന്ധന ടാങ്കുകളിലൂടെ തീ പടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കപ്പലിൻ്റെ പാർശ്വങ്ങളിൽ വെള്ളം അടിച്ചുകൊണ്ട് ആ കപ്പലിനെ തണുപ്പിക്കുന്ന ഒരു രീതി അതാണ് അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കപ്പലിനെ തണുപ്പിച്ച് പതുക്കെ പതുക്കെ തീ കെടുത്തി കൊണ്ടുപോകാനേ കഴിയുകയുള്ളൂ. പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ MS പറഞ്ഞൊരു വാക്കുണ്ട്, മഴ പെയ്യിക്കുന്നത് പോലെ. അത്തരത്തിൽ തന്നെയാണ് വെള്ളം കപ്പലിനകത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഇനി കപ്പലിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് മറ്റൊരു തരത്തിലെ അപകടത്തിനും വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്രമാനുക്രമമായി മാത്രം വെള്ളം ആ തീയിലേക്ക് ചീറ്റിക്കൊണ്ട് തീ കെടുത്താനുള്ള ശ്രമം നടക്കുകയാണ്. അതേസമയം നമ്മുടെ തീരരക്ഷാ സേനയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു വിവരം, ഈ പൊട്ടിപ്പോയ കണ്ടെയ്നറുകളുടെ ലോഹ അവശിഷ്ടങ്ങൾ ജലപ്പരപ്പിൽ കടൽപ്പരപ്പിലൊക്കെ പല സ്ഥലങ്ങളിലായി ഒഴുകി നടക്കുന്നുണ്ട്. ഈ ലോഹത്തകടുകൾ പ്രത്യേകിച്ചും ഉരുക്കൊണ്ട് നിർമ്മിതമായ തകടുകളൊക്കെയാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഏതെങ്കിലും കാരണവശാൽ മറ്റ് കപ്പലുകളുടെയൊക്കെ പ്രൊപ്പല്ലറുകൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പല്ലറുകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും കപ്പൽ നിയന്ത്രണം വിടുകയും ചിലർ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇത്തരം സാധനങ്ങൾ ഒഴുകിപ്പോകുന്നതും അത് അവർ നിരീക്ഷിച്ച് വരികയാണ്. ഇതിനകത്ത് നിന്ന് കപ്പലിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ പൂർണ്ണ തോതിലുള്ള അല്ലെങ്കിൽ നിറഞ്ഞ കണ്ടെയ്നറുകൾ, പൊട്ടിത്തെറിക്കാത്ത കണ്ടെയ്നറുകൾ ഏതെങ്കിലും കാരണവശാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ഒഴുകാൻ തുടങ്ങും. നമ്മുടെ കണക്കനുസരിച്ച് കണ്ണൂരിൽ നിന്നും തെക്കോട്ടേക്ക്, അതായത് ജലപ്രവാഹം അങ്ങനെയാണ്, സമുദ്രത്തിൻ്റെ ജലപ്രവാഹം തെക്കോട്ടേക്കാണ്. അത് ആ ജലപ്രവാഹത്തിന് അനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ നീങ്ങും. അങ്ങനെ കണ്ടെയ്നറുകൾ നീങ്ങിക്കഴിഞ്ഞാൽ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം തിരയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്കും അടിയാം. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. കൊച്ചി തീരത്ത് ഒരു കപ്പൽ ചരിഞ്ഞപ്പോഴേക്കും മുങ്ങിയപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വിഴിഞ്ഞം വരെ എത്തിയിരുന്നു അതിൻ്റെ ഭാഗങ്ങൾ. അത്തരത്തിൽ ഒരു നീക്കം ഇതിനും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഒപ്പം തീരപ്രദേശങ്ങളിലേക്ക് ഈ വിഷവസ്തുക്കൾ, ഇത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കീടനാശിനികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും പെയിൻറ്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെയാണ് ഈ കപ്പലിന് കണ്ടെയ്നറുകൾ ഉള്ളത്. അത് മുംബൈയിലുള്ള ചില നിർമ്മാണശാലകൾക്ക് വേണ്ടി കൊണ്ടുപോയെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അത്തരത്തിൽ കൊണ്ടുപോയ വസ്തുക്കൾ ഇത് ഏതെങ്കിലും കാരണവശാൽ തീരത്തേക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം ചെറുതല്ല, വളരെ വലുതാണ്. അപ്പോൾ പരമാവധി കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും പുറത്തു പോകാതെ അതിനകത്ത് തന്നെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് തീ അണച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ തീരരക്ഷാ സേനയും നേവിയും ചേർന്ന് നടത്തുന്നത്. MS ശരി, തീരരക്ഷാ സേനയും നേവിയും ഒരുമിച്ച് ഏതൊക്കെ രീതിയിലുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഡി ബിനോയ്. അല്പം മുമ്പ് ഡിഫൻസ് PRO അതുൽ പിള്ള നമ്മളോട് കൃത്യമായി സംസാരിക്കുകയുണ്ടായി. ഏത് രീതിയിലുള്ള ചെരിച്ചിലാണ് കപ്പലിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഏത് രീതിയിലാണ് കണ്ടെയ്നറുകളുടെ പതനത്തിലേക്ക് നയിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിലേക്ക് കോസ്റ്റ് ഗാർഡിന്റെ സച്ചേത്തും സമുദ്ര പ്രഹരി എന്ന് പറഞ്ഞ 2 ഷിപ്പ് ഇന്നലെ രാത്രി തൊട്ട് കണ്ടിന്യൂസ്ലി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസിൽ ഇൻവോൾവ്. അവർ കണ്ടിന്യൂസ് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രാവിലത്തെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണി എയർക്രാഫ്റ്റ് ഏരിയൽ സർവൈലൻസിന് പോയപ്പം ഷിപ്പിലൊരു 10 to 15 degrees ഒരു ടിൽറ്റ് കണ്ടത്, ഒരു ചരിഞ്ഞിട്ടുണ്ട് ഷിപ്പ്. ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. നേവിയുടെ ഷിപ്പ് സൂറത്ത് ഇന്നലെ മംഗലാപുരം ക്രൂവിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡ് തിരിച്ച് ഏരിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സത്ലജ് ഇപ്പോഴും അവിടെ ഉണ്ട്. സമർത്ത് പറഞ്ഞ ഒരു ഷിപ്പ് ഇപ്പം കൊച്ചിയിൽ നിന്ന് രാവിലെ പോയിട്ടുണ്ട്. അതിൽ ഈ കമ്പനി സാൽവേജേഴ്സിനെയും കൊണ്ട് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്, അവർക്ക് അസസ് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണ് സാർ ഇനിയുള്ള അത് എന്തെങ്കിലും കടലിൽ കലരാനുള്ള എന്തെങ്കിലും രാസവസ്തുക്കളോ അല്ലാത്ത അപകട സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ? മെയിൻ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഇതായിരുന്നു ക്രൂവിനെ രക്ഷപ്പെടുത്തുന്നതായിരുന്നു. അതിന് നമ്മൾ പാർഷ്യലി സക്സസ് ആയിട്ടുണ്ട്. ബാക്കി 4 പേര് മിസ്സിംഗ്. അവരെ തെരച്ചിൽ ബാക്കിയുള്ള ഷിപ്പുകൾ, അവിടെ ഏരിയയിലുള്ള ഷിപ്പുകൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അവരെ സേവ് ചെയ്യാനുള്ള. രണ്ടാമത്തെ ഈ പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷിപ്പ് തീ പിടിക്കുമ്പോൾ ആ ഷിപ്പിലെ ഫുൾ മെറ്റൽ പാർട്സ്, അത്
അതിൽ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ തീ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ആ സ്പ്രെഡ് ആവുന്ന ചാൻസസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 2 കോസ്റ്റ് ഗാർഡ് ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട്. അപ്പം അവിടെ ഈ ഷിപ്പിന്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ബിക്കോസ് കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലുണ്ട്. അപ്പോൾ ഇവരതൊക്കെ മാനുവർ ചെയ്തിട്ട് ഒരു 50 മീറ്റേഴ്സ് അടുത്ത് നിന്നിട്ട് അവർ ഈ ഫോം സ്പ്രേ ചെയ്തിട്ട് തീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ സാർ. മതിയോ? ഓ ശരി.